കർത്താവിന്റെ അതിപരിശുദ്ധമായ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങൾ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവൻ അല്ലെങ്കിൽ അത് നിവർത്തിക്കുമെന്ന് നാളെ ദൈവവചന ഭാഗത്ത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ, നമ്മുടെ ആത്മാവും പ്രാണനും ദേഹത്തെയും കാത്തു സൂക്ഷിക്കുന്നവൻ. ഹല്ലേലൂയ. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് നല്ല ദൈവം ഉള്ളത് കൊണ്ട് പ്രൈസലോ ഈ ഭൂമിയിൽ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ, ഈ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കുന്നത് കർത്താവിന്റെ വരവ് അപ്രതീക്ഷിതമാണെന്നുള്ളതാണ്. തുടർന്നാം ഭാഗം വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, വെളിച്ചത്തിന്റെ മക്കളായി ഇവിടെ ജീവിക്കണം. സ്തോത്രം. സുബോധമുള്ളവരായി നമ്മളിവിടെ പ്രവർത്തിക്കണം. സ്തോത്രം. വിവിധ തലങ്ങളിൽ നമ്മളെ പ്രബോധനത്തിലൂടെ ആമേൻ നടത്തുകയാണ്. സഭാശുശ്രൂഷകന്മാരെ കരുതേണ്ട ആവശ്യകതയെക്കുറിച്ചും ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണമെന്ന്, ഹല്ലേലൂയ, ബലഹീനരെ താങ്ങുക, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണമെന്നും ആത്മാവിനെ കെടുത്തിക്കളയാതെ പ്രവചനം തുച്ഛീകരിക്കാതെ പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ആലോചനകളെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് പ്രൈസലോ. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്ന് പറയുമ്പോൾ അത് ദൈവവചനത്തിലൂടെ, ദൈവവചന കേൾവിയിലൂടെ, പ്രസംഗത്തിലൂടെ, ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ ദൈവം നമ്മെ കേൾപ്പിക്കുന്ന സകലവിധ വചനവും നാം ഏറ്റെടുത്തിട്ട് നാം ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മോട് വിശ്വസ്തത കാണിക്കും. അല്ലേ? ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ, പ്രബോധനങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടാണ് നമ്മോട് പറയും, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നമ്മളെ എത്ര സൂക്ഷ്മതയോടെ നമ്മുടെ കർത്താവ് സൂക്ഷിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ ആത്മാവിനും പ്രാണനും ദേഹത്തിനും കേട് പറ്റാതിരിക്കുവാൻ, ആത്മാവിലും പ്രാണനും ദേഹത്തിലും ചെളി പറ്റാതിരിക്കും, കറപുരളാതിരിക്കുവാൻ വേണ്ടി നമ്മെ കാത്തു സൂക്ഷിക്കുന്നവൻ. പ്രൈസലോ. അപ്പൊ നമ്മൾ 91 സംഗീതത്തിനൊക്കെ വായിച്ചാൽ കാണാനുണ്ട്, ഹല്ലേലൂയ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുവാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന്. അപ്പൊ നമ്മുടെ കാലുകൾ പോലും കല്ലിന്മേൽ തട്ടി നാം നൊമ്പരപ്പെടാതെ, വേദനപ്പെടാതെ നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ കഴിവുള്ളവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് സ്നേഹിപ്പാൻ കിട്ടിയതിൽ, നമ്മെ സ്നേഹിപ്പാൻ കർത്താവിനെ നമുക്ക് കിട്ടിയതിലെ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഇത്രമാത്രം നമ്മുടെ ആത്മാവിനും പ്രാണനും ദേഹത്തിനും കരുതൽ തരുന്നവൻ, സംരക്ഷണം നൽകുന്നവൻ യേശു മാത്രമാണ്. ഈ ലോകത്തിന്റെ ഒരു സംവിധാനങ്ങൾ കൊണ്ടും ഒരു സന്നാഹങ്ങൾ കൊണ്ടും മനുഷ്യന്റെ ആത്മാവിനും പ്രാണനും ദേഹത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല. അങ്ങനെ നൽകുവാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ആത്മഹത്യകളോ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള അക്രമങ്ങളോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് നോക്കി എത്രമാത്രം മനുഷ്യനാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്രമാത്രം ജനങ്ങളാണ് ദുരന്തങ്ങളിൽ മരണപ്പെടുന്നത്, എത്രമാത്രം മനുഷ്യരാണ് വിവിധ അക്രമങ്ങളിൽ കൊല്ലപ്പെടുന്നത്. കൂടാതെ യുദ്ധ അനുഭവങ്ങളും കടന്നു വരുമ്പോൾ ജനം എത്രമാത്രം മരിച്ചു വീഴുന്നു. വർഗീയ കലാപത്തിലൂടെ എന്ന് വേണ്ട വിവിധ നിലകളിലൂടെ മനുഷ്യന്റെ ആത്മാവിനും പ്രാണനും ദേഹത്തിനും സംരക്ഷണം കൊടുക്കുവാൻ കഴിയാതെ ഈ ലോകം പരാജയപ്പെട്ടപ്പോൾ
സകല ഭരണ സംവിധാനങ്ങളും പരാജയപ്പെട്ടപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂതാണ്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ആമേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടത്തക്കവണ്ണം കാക്കപ്പെടുന്നത്. അതിന് നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ലോകം തരാത്ത വലിയൊരു സംരക്ഷണമല്ലേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകം തരാത്ത, ഇവിടുത്തെ നിയമങ്ങൾ തരാത്ത, ഇവിടുത്തെ അധികാരികൾ തരാത്ത, നമ്മുടെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഒരു സംരക്ഷകർക്കും സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരൻ, ആ സംരക്ഷണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ സംരക്ഷണ വലയിൽ നിന്ന് മാറിപ്പോകരുത്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സംരക്ഷണ വലയിൽ നിന്ന് ഞാൻ നിങ്ങളും മാറുമ്പോഴാണ് ദുരന്തങ്ങൾ നമ്മുടെ മേൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച ജീവിതത്തെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ ആമേൻ വിജയത്തിലേക്ക് കുതിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം കണ്ണുനീരിൽ കുതിർന്ന ദിവസങ്ങളാണ് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം കണ്ണുനീരിൽ കുതിർന്ന കുടുംബങ്ങളെയാണ് വേദനയുടെ, ദുഃഖത്തിന്റെ, സങ്കടത്തിന്റെ, വേർപാടിന്റെ നിലവിളികൾ ഭൂമിയിൽ മനുഷ്യനിൽ നിന്ന് ഉയരുമ്പോൾ, കുടുംബങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും കാത്തു സൂക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ നമ്മെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ദൈവം വിശ്വസ്തനായിട്ട് വിശ്വസ്തനായി പാർക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായിരിക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ദാവീദൊക്കെ പറയുവാൻ കാരണമായി തീർന്നത്. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, ഹല്ലേലൂയ, 23-ാം സംഗീതത്തിൽ നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നാലും, മറ്റു ചില ഭാഷാന്തരങ്ങളിൽ നിന്ന് മരണനിഴലിൽ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നുവെന്ന് ഭക്തൻ ആത്മാവിൽ സന്തോഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, കൂരിരുൾ താഴ്വരയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും, മരണനിഴലിൽ താഴ്വരയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും, നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ സംരക്ഷണത്തിന് കീഴിലാണെങ്കിൽ നിന്റെ ആത്മാവിനെയും നിന്റെ പ്രാണനെയും ദേഹത്തെയും കാത്തു സൂക്ഷിക്കുവാൻ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ നിന്നെ ഭൂമി സംരക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. അതുകൊണ്ട് നിങ്ങൾ ദാവീദിനെ പോലെ ആ ഉറപ്പ് പ്രാപിക്കണം. രക്തം ചെയ്യണം. ഈ ഉറപ്പിന്മേൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പണിതുയർത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകമോഹങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളഞ്ഞാൽ അത് പിന്നെ ഇതിൽ കണ്ണുനീരിന്റെ അനുഭവമായി മാറും, സങ്കടങ്ങളായി മാറും, അത് മാറാത്ത വേദനയായി മാറും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ക്രിസ്തു വരുമ്പോൾ നിഷ്കളങ്കരായി കാണപ്പെടും വിധം കർത്താവ് നിങ്ങളെ വിശ്വസ്തനായിട്ട് കാത്തു സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നിടം വരെ, ആ വരുന്ന സമയം വരെ നാം നിഷ്കളങ്കരായി കാണാൻ, നിഷ്കളങ്കരായി വസിക്കാൻ വേണ്ടി കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കുന്നതിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മെ അന്ത്യം വരെ അല്ലെങ്കിൽ നിലനിർത്തുവാൻ, അന്ത്യം വരെ കാത്തു സൂക്ഷിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങൾക്ക് ഈ ഭൂമി ജന്മം തന്നു, ദൈവം നിങ്ങൾക്ക് ഈ ഭൂമി ജീവിതം തന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒന്നെങ്കിൽ നിങ്ങളുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവായിരിക്കാം. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നിടം വരെ നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഈ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും നമുക്ക് മതി വരാത്ത പോലെ ദൈവത്തിന്റെ കൃപ നമ്മൾ അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നത്, നമ്മളെ വീഴാതെ വണ്ണം നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വീണു പോകാതെ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന, ഹല്ലേലൂയ, നീ പാപത്തിൽ വീണു പോകാതിരിക്കുവാൻ, ശാപത്തിൽ വീണു പോകാതിരിക്കുവാൻ, ഈ ലോകത്തിന്റെ ചണ്ടി കൂമ്പാരങ്ങളിലേക്ക്, മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് നീ വീണു പോകാതിരിക്കുവാൻ, ആമേൻ, നിന്റെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും സംരക്ഷിക്കുന്നവൻ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ കൊണ്ട് നിന്നെ സൂക്ഷിക്കുന്നവൻ, കൂരിരുളിന്റെ ആയിരുന്നാലും മരണനിഴലിന്റെ താഴ്വരയിലൂടെ നീ കടന്നുപോയാലും നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആ കർത്താവിനെ നീ ആരാധിക്കണം. രക്തം ചെയ്യണം. ആ കർത്താവിനെ നിങ്ങൾ സ്തുതിക്കണം.
ആ ദൈവസാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് തെസ്സലോനിക്ക സഭയോട് പറയുന്ന ദൂത്. നമ്മൾ ഏറ്റെടുത്തത് അനുസരിപ്പാണ്ടയാകണം. രക്തം ക്ഷയം ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മളെ കാത്തു സൂക്ഷിക്കും. അപ്പൊ നമ്മൾ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, യൂദയുടെ ലേഖനം ഹല്ലേലൂയ സ്തോത്രം 24 അധ്യായം വായിക്കുമ്പോൾ കാണുന്ന 24 വാക്യം വായിക്കുമ്പോൾ, യൂദയുടെ പുസ്തകം 1 അധ്യായത്തിനകത്ത് യൂദയ്ക്ക് പുസ്തകം ഒരു അധ്യായമേ ഉള്ളൂ. അതിന്റെ 24 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പേ ഇപ്പോഴും സദാകാലത്തേക്കും ഹല്ലേലൂയ സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഒരു വലിയൊരു ഉപസംഹാരം, ഒരു ആശീർവാദത്തോടെ അവിടെ വചനം അവസാനിക്കുമ്പോൾ, നാം വീഴാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. എന്താണ് വീഴാതെ വണ്ണം കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ വേദപുസ്തകത്തിൽ പറയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ആശീർവാദ വചനങ്ങളോടെ ഈ വചനം ഉപസംഹരിക്കുമ്പോൾ ഹല്ലേലൂയ ആ വാക്കുകൾ അവിടെ തീരുമ്പോൾ ആശയസമ്പൂർണവും അർത്ഥസമ്പുഷ്ടവുമാണ്. വീഴാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുന്നവൻ പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വീഴാതെ വണ്ണം നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ സ്തോത്രം. പലരും വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ലോകത്തിൽ നമ്മെ കാത്തു പരിപാലിക്കുന്നത് എത്ര ആശ്വാസകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ആളുകൾ വീണുപോയി. പാപത്തിൽ വീണു, ശാപത്തിൽ വീണു, മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസാലകൾക്കും ലഹരി പദാർത്ഥങ്ങൾക്കും ഈ ലോകത്തിന്റെ ചൂതാട്ടങ്ങളിൽ പലരും വീണ് ദൈവത്തിന് അകന്നുപോയപ്പോൾ, നിത്യതയിൽ നിന്ന് അവർ അകന്നുപോയപ്പോൾ, പാപം ചെയ്ത് ദൈവിക സമാധാനം നഷ്ടപ്പെട്ടു പോയപ്പോൾ, നമ്മൾ അങ്ങനെയുള്ള അപകടങ്ങളിൽ വീഴാതെ വണ്ണം നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവിൽ നിങ്ങൾ ആ ദൈവത്തോട് ചേർന്ന് നടക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കണം. ആസാഫ് പറഞ്ഞതുപോലെ പറയണം, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടമെന്ന് അല്ലേ പറയണം. 71 സങ്കീർത്തനങ്ങൾ വായിച്ചേ കാണാൻ കഴിയും. 71 സങ്കീർത്തനം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, ആമേൻ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവം നമ്മോട് ചേർന്നിരിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹത്തെയും ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി നമ്മെ സൂക്ഷിക്കുവാൻ തുടങ്ങും. ഇവിടെ നാം ദൈവത്തിന് വചനം പറയും, എന്നാൽ വീഴാതെ സ്വയം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. ഈ ആത്മീയ ലോകത്തിൽ പലരും വീണുപോയി, ആത്മീയ ശുശ്രൂഷയിൽ പലരും വീണുപോയി, വിശ്വാസ ജീവിതത്തിൽ പലരും വീണുപോയി, വിശുദ്ധിയിൽ പലരും വീണുപോയി. പലരും വീണുകൊണ്ടിരിക്കുമ്പോൾ നാം വീഴാതെ വണ്ണം സ്വയം നമ്മെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ വീഴാതെ, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നീ അകപ്പെട്ടും നീ മലിനപ്പെട്ടു പോകാതെ, നിന്റെ ആത്മാവും പ്രാണനും ദേഹവും മലിനതയിലേക്ക് പോകാതിരിക്കുവാൻ നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങളെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് 1 പത്രോസ് ലേഖനം 1 അധ്യായം 15 വാക്യം 16 വരുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശവരം ഏറ്റുവാസനമായിരിക്കും ലോകസംഭവങ്ങൾ വിളിച്ചു പറയുമ്പോൾ, ബൈബിൾ നമുക്കത് വെളിപ്പെടുത്തുമ്പോൾ, പ്രവചനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്കത് നൽകി തന്നുകൊണ്ടിരിക്കുമ്പോൾ, വചനം പറയുന്നു, യഹോവയായ ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ഹല്ലേലൂയ. അതൊരു ദൈവകൽപ്പനയാകട്ടോ. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കുന്നു പറയുന്നേ ദൈവകൽപ്പനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ നമ്മൾ അങ്ങനെ കാണുമ്പോഴാണ്, അങ്ങനെ ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകരം ഈ വചനം കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ വീഴാതെ വണ്ണം നിന്റെ ആത്മാവിനെയും പ്രാണനെയും നിന്റെ ദേഹത്തെ നീ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. പാപത്തിന്റെ മലിനതയിലേക്ക് നീ പോകരുത്. പാപത്തിന്റെ ആധിക്യത്തിലേക്ക് നീ പോകരുത്. പാപം നിന്റെ കൺമുമ്പിൽ കിടക്കുമ്പോൾ, പാപം നിന്റെ ജീവിതത്തെ തകർക്കുമ്പോൾ, പാപത്തിന്റെ കൂട്ടാളിയായി നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയരുത്. കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന നിത്യത നീ നഷ്ടമാക്കി കളയാതെ, ഹല്ലേലൂയ,
നീ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നീ കാത്തിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ വിശുദ്ധ ജീവിതം നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചാൽ സാധിക്കത്തില്ല. നമ്മൾ വീഴാതെ കൊണ്ട് നമ്മളെ കാക്കണം എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, പണങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നമ്മളിൽ ഉണ്ടാകുന്ന യാതൊരുവിധ പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ അശുദ്ധികൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുക. സകല ജനങ്ങളും അശുദ്ധിയിൽ മലിനതയിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന നിനക്ക് തന്നിരിക്കുന്ന ജീവൻ എത്ര വലുതാണ്. ഹല്ലേലൂയ. നിനക്ക് ഈ ഭൂമി ജീവിക്കാൻ തന്നിരിക്കുന്ന അവസരങ്ങൾ എത്ര വലുതാണ്. അത് പാഴാക്കി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. നിന്റെ ജീവന്റെ വില നീ തിരിച്ചറിയണം. നിന്റെ പ്രാണന്റെ വില നീ തിരിച്ചറിയണം. നിന്റെ ആത്മാവിന്റെ, നിന്റെ ദേഹത്തിന്റെ വില നീ തിരിച്ചറിയണം. അത് പാപത്തിൽ വീണ് കിടന്നതായിരുന്നു, പാപത്തിൽ മുങ്ങിക്കിടന്നതായിരുന്നു. എന്നാൽ പിതാവായി ദൈവം തന്റെ ഓമനപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. കർത്താവായ യേശുക്രിസ്തു മാനകുലത്തിന് മുഴുവൻ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്ത ഭാഗത്ത് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥ അണയ്ക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവി, നമ്മുടെ പാപത്തിൽ നമ്മെ വിടുവിച്ച് നമ്മെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ രക്തമാണ് നമുക്ക് തന്നത്. രക്തം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. രക്തം ചെയ്യാൻ ഒരിക്കലും ഈ ലോകത്തിന്റെ ഒരു മോഹങ്ങളിലേക്കും നിങ്ങൾ വീണു പോകരുത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മഹിമ സന്നിധിയിൽ നിങ്ങൾ കളങ്കമില്ലാത്തവരായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നുള്ള തിരിച്ചറിവോടെ ആമീൻ വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രവചനങ്ങളെല്ലാം നിറവേറി കാണുമ്പോൾ ഹല്ലേലൂയ, പാപത്തിൽ വീണ് നിങ്ങളുടെ വിശുദ്ധ ജീവിതം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ തന്നെ അത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് പരിപൂർണമായി സൂക്ഷിക്കപ്പെടും. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ യൂദയുടെ വചനമൊക്കെ, ആ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മളോട് നൽകിത്തരുന്ന ആ വിശ്വാസ വചനങ്ങളൊക്കെ നമ്മുടെ ആത്മാവിൽ ഹല്ലേലൂയ കാമി തീ കത്തുന്ന വചനങ്ങളാണ്. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം ജയത്തോടെ ഓടി അവസാനിപ്പിക്കണമെന്ന് വേദപുസ്തകത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തീയ ജീവിതം ആമീൻ ജയത്തോടെ ഓടി അവസാനിപ്പിക്കണം. അല്ലേ? എന്നാൽ പലർക്കും അതിന് സാധിക്കുന്നില്ല. പാപത്തിൽ നിന്ന് അതിജീവിക്കുവാൻ സാധിക്കുന്നില്ല. വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നില്ല. പലരും വീണുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? ആമീൻ ജയത്തോടെ ഓടി അവസാനിക്കണം. പലരും തീരുമാനങ്ങളെടുക്കും. ഞാൻ ഇനി പാപത്തിൽ വീഴത്തില്ല, ശാപത്തിൽ വീഴത്തില്ല, ഞാൻ മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, വെറ്റില തിന്നത്തില്ല, ആമീൻ പുകയിലെ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല, പാൻമസാലകളും ലഹരി പദാർത്ഥങ്ങളും ഒന്നും ഉപയോഗിക്കത്തില്ല, ഈ ലോകത്തിന്റെ അശുദ്ധമായ മാലിന്യങ്ങളിലേക്കൊന്നും പോകത്തില്ലെന്ന് പലപ്പോഴും തീരുമാനമെടുത്ത് മക്കളുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്ത്, ഭാര്യയുടെ കയ്യിൽ തലയിൽ കൈവച്ച് സത്യം ചെയ്ത അനവധി ആളുകളുണ്ട്. ഭർത്താവിനോട് ഞാൻ നീ തെറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ അനവധി സഹോദരിമാരുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ പലരും പാപത്തിൽ വീഴുകയില്ലെന്ന സത്യം ചെയ്തവർ വീണ്ടും കൂട്ടുകെട്ടുകളിലൂടെ പാപത്തിൽ വീഴുന്നു. അതുകൊണ്ട് ഇത് പലർക്കും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ജയത്തോടെ ജീവിതം ഓടി അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. എല്ലാവരും പാപത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഒരു യുവാവിന്റെ ഹൃദയത്തിൽ സാത്താൻ ഹല്ലേലൂയ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ആവർത്തിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ലോകത്തിന്റെ മോഹ സുഖങ്ങൾ എന്ന് പറഞ്ഞ് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നിന്റെ ഉള്ളിലേക്ക് കൊണ്ടെത്തുന്ന നിന്റെ ഹൃദയത്തെ വശീകരിക്കുന്ന സാത്താനാണ്. അപ്പം ഏതൊരു മനുഷ്യനെ പാപത്തിൽ വീഴ്ത്താൻ പിശാചിന് കഴിയും. ഏതൊരു മനുഷ്യൻ എത്ര വിശുദ്ധനായി നാം ജീവിച്ചാലും,
എത്ര ഭക്തിയോടെ ജീവിച്ചാലും നമ്മെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ പിശാചിന് നിസാര സമയം മതി. അല്ലേ? അതിനാണ് അവൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപമൊക്കെ നമ്മുടെ കൺമുമ്പിൽ കൊണ്ടെത്തുന്നത്, നമ്മുടെ ജഡത്തിന്മേൽ കൊണ്ടെത്തുന്നത് നമ്മെ അതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, സാത്താന്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ തകർത്ത് കളയരുത്. പ്രൈസലോ. സാത്താന്റെ വാക്കുകൾ, പിശാചിന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തെ തകർത്ത് കളയരുത്. ഞാനൊരു ഉദാഹരണം പറയാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി നീ ഓഫീസിൽ പോകുന്നവനാകട്ടെ, വണ്ടി ഓടിക്കാൻ പോകുന്നവനാകട്ടെ, നീ ഏതെങ്കിലും കൂലിപ്പണിക്ക് പോകുന്നവനാകട്ടെ, നീ ഏത് ജോലി ചെയ്യുന്ന ആ ജോലി മേഖലയിലേക്ക് നീ രാവിലെ എഴുന്നേറ്റ് വിശ്വസ്തയോടെ നീ പോകുമ്പോൾ, നിന്റെ ജോലിയുടെ സമയങ്ങളിൽ അല്ല ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നിന്നെ ഒരാള് മദ്യം കുടിക്കുവാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് സാത്താന്റെ പ്രവൃത്തിയാകട്ടോ. അല്ലേ? അപ്പൊ നിങ്ങളെ മദ്യപാനത്തിന് കൂട്ടുചേർക്കുന്നത്, പുകവലിക്ക് കൂട്ടുചേർക്കുന്നത്, പാൻ മസാലകളും അല്ലെങ്കിൽ വെറ്റിലകളും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് നിങ്ങളുടെ സുബോധത്തെ കെടുത്തിക്കളയുവാൻ നിങ്ങളോട് കൂട്ടുകൂടുന്നത് പിശാചിന്റെ ആലോചനയാണ്. അത് വ്യക്തികളിലൂടെ സംഭവിക്കുന്നത്, അത് വ്യക്തികളിലൂടെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കൂട്ടുകൂടിയൊക്കെ ഇരിക്കുമ്പോൾ പോകാം, നമുക്ക് ഇച്ചിരി സ്മോൾ അടിക്കാമെന്നൊക്കെ പറയരുത് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു 36 വയസ്സ് വരെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണ് കിടന്നവനാ ഞാൻ. ലഡിയ പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് ലഡിയ ടൗണിൽ വന്ന് ജോലി കാര്യങ്ങൾക്ക് പോയി ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒക്കെ ആയിട്ട് കൂട്ടുകാർ പറയും, അല്ലെങ്കിൽ സ്നേഹിതര് പറയും, നമുക്ക് രാവിലെ സ്മോൾ അടിക്കാവുന്ന. പിശാച് പറയുന്നത് അത്. അല്ലേ? അപ്പൊ രാവിലെ തന്നെ പിശാച് നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കും. രാവിലെ തന്നെ പിശാച് നമ്മുടെ ഹൃദയത്തെ കൈവശപ്പെടുത്തിയിട്ട് രാവിലെ മദ്യ ഷാപ്പുകളിലേക്ക്, ബാറിലേക്ക്, ബീവറേജുകളിലേക്ക് നമ്മെ വിളിച്ചുകൊണ്ടുപോയി ഈ ലോകത്തിന്റെ സകല മ്ലേച്ഛതകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്ന സാത്താന്റെ ആലോചനയ്ക്ക് നീ വിധേയപ്പെട്ടു കൊടുക്കാതെ, നിന്റെ ആത്മാവും പ്രാണനും ദേഹവും പാപത്തിൽ നശിച്ചു പോകാതിരിക്കുവാൻ, നീ പാപത്തിൽ വീഴാതെ നിന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കി ആ പാപ സ്വഭാവത്തെ നീ വിട്ട് മടങ്ങി വരണം. രക്തം ചെയ്യും. അപ്പൊ മനുഷ്യനെ പാപത്തിലേക്ക് വീഴുന്ന പിശാച. ദൈവഹിതമല്ലാത്ത, ദൈവ ഇഷ്ടമല്ലാത്ത, വചനത്തിന് വിരുദ്ധമായി ഏതൊരു പ്രവൃത്തി നീ ചെയ്യുന്നോ, ഏതൊരു പ്രവൃത്തിയെ നിന്നെ ആൾക്കാർ കൂട്ടുവിളിക്കുന്നോ, അത് സാത്താന്റെ ആലോചനയാണ്. രക്തം ചെയ്യും. അങ്ങനെയാണ് ഈ ലോകത്തിൽ പലതും സംഭവിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ അക്രമം പെരുകുന്നത്, കുടുംബത്തിൽ അരാജകത്വം, കുടുംബത്തിൽ കണതീര്, കുടുംബത്തിലെ പ്രകാശത്തെ കെടുത്തിക്കളയുന്ന, കുടുംബ ജീവിതങ്ങൾ തകരുന്ന വലിയ അക്രമങ്ങളും അരാജകത്വങ്ങളും കുലപാതകങ്ങളും പിടിച്ചുപറി, മോഷണം, കൈക്കൂലി, സകല അധാർമികമായ പ്രവൃത്തിയും ഇവിടെ വളരുന്നതിന്റെ കാരണം എന്താണ്? സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, അതിനുവേണ്ടി മനുഷ്യൻ തമ്മിലടിക്കുന്നതെല്ലാം സാത്താന്റെ ആലോചനയാണ്. പിശാചിന്റെ ആലോചനയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, പിതാവേ, ഒരിക്കലും നിങ്ങൾ പാപത്തിൽ വിട്ടുപോകരുത്. നിങ്ങൾക്ക് നല്ലൊരു വിശുദ്ധ ജീവിതമായി യേശു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജന്മം തന്ന്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജനിക്കുവാൻ അവസരം തന്ന്, നിങ്ങൾക്ക് ഈ ലോകത്തിൽ വസിക്കുവാൻ അവസരം തന്ന് നിങ്ങളെ ഓരോ ദിവസം ദൈവം നടത്തുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വിശുദ്ധ ജീവിതമാണ്. ഹല്ലേലൂയ. എന്നാൽ സാത്താൻ നിങ്ങളുടെ അശുദ്ധമായ ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസന. അപ്പൊ നമ്മുടെ ദൈവം എല്ലാത്തിനും വിശ്വസന. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്രയോ കാലമായി നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവനായി ജീവിക്കുന്നു. എത്രയോ കാലങ്ങളായി നിങ്ങൾ ജീവിതത്തിൽ ദുഃഖത്തോടെ കഴിഞ്ഞു പോകുന്നു. എനിക്കൊരു ഉയർച്ചയില്ല, എനിക്കൊരു ഒരു നന്മയില്ലേ, എന്റെ സ്ഥിതിക്കൊരു മാറ്റമില്ല, എന്റെ കണ്ണുനീരെന്ന് മാറും എന്നൊക്കെ ഓർത്ത് നിങ്ങൾ എത്രയോ കാലമായി സങ്കടപ്പെടുന്നു. എന്നെ കേൾക്കുന്ന മാതാവി, നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച്, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ കുറിച്ച് ഓർത്ത് നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനകലങ്ങി സങ്കടപ്പെട്ട് ഇരിക്കുന്നവളല്ലേ? എന്തുകൊണ്ടാണ് ജീവിതം മുന്നേറുവാൻ കഴിയാതെ, ഉയർച്ചയിലേക്ക് പോകാൻ കഴിയാത്തത്? പാപം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, പാപത്തിന് നീ കൂട്ടാളിയായി മാറുമ്പോൾ, നിന്റെ ആത്മാവും പ്രാണനും ദേഹവും നീ പാപത്തിന് വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നിന്റെ നന്മകളെല്ലാം തടസ്സപ്പെടും. പ്രൈസലോ.
അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുന്നത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന്. യേശുക്രിസ്തു വരാൻ സമയമായെന്ന്. അത് ഇന്ന് പകൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവേറ്റു ആസന്നമായി നമ്മുടെ കൺമുമ്പിൽ ലോക സംഭവങ്ങൾ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം മാനസാന്തരത്തോടെ മടങ്ങി വരണം. അങ്ങനെ മുമ്പെങ്ങും സംഭവിക്കാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങളാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും മരണം കടന്നു വരാം. ഏത് സമയത്ത് നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം. മരണം ഏത് നിമിഷം, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ, എവിടെ വെച്ച്, ഏതെല്ലാം സംഭവിക്കും നമുക്കറിയില്ല. ഹല്ലേലൂയ. മരണത്തിന്റെ ആ അനുഭവത്തെ കുറിച്ച് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതേത് സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും, ഏത് രാജ്യത്തിലായിരുന്നാലും, ഏത് ജോലിയിലായിരുന്നാലും, നിങ്ങൾ ഏത് പ്രവൃത്തിയിലായിരുന്നാലും, നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ. കാരണം മരണം നമ്മോട് കൂടെ യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. വീഴാതെ വണ്ണം നിങ്ങളെ വിശുദ്ധമായ അനുഭവത്തെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യതയിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. പ്രൈസലോ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, കർത്താവ് പറയുന്ന, മകനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുവിൻ, അവയെല്ലാം വീണു പോകുന്നുണ്ടോ? അവയെല്ലാം വീണു പോകാതെ അന്തരീക്ഷത്തിൽ ആകാശമേഘങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം നിർത്തിയിരിക്കുന്നത് അതെല്ലാം ദൈവമാണ്. ചെറിയ ആകാശത്തിൽ ഹല്ലേലൂയ നോക്കി, നിങ്ങൾ സൂര്യനെ നോക്കിക്കിട്ടാ അതെവിടെയെങ്കിലും വീണു പോകുന്നുണ്ടോ? കോടാനുകൂടി നക്ഷത്രങ്ങളെ ദൈവം ആകാശത്തിൽ വിരിച്ചിരിക്കുന്നു, അതെങ്ങും വീണു പോകുന്നില്ല. അതെല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെയെല്ലാം കാത്തു സൂക്ഷിക്കുന്നതിൽ ദൈവം വിശ്വസ്തരാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ഈ ഭൂമി ദൈവം നിന്നെ ആക്കി വെച്ച് നീ ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ ആത്മാവും പ്രാണനെയും ദേഹത്തെയും കാത്തു സൂക്ഷിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നിനക്ക് സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് സമാധാനമില്ലാത്തതിന്റെ മെയിൻ കാരണം എന്താ? നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും പാപത്തിലായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സമാധാനം നഷ്ടപ്പെടുന്ന വിധത്തിൽ പിശാച് നമ്മളെ തകർക്കും. നിങ്ങൾക്ക് സന്തോഷമില്ലാത്തത്, നിങ്ങൾ അധ്വാനിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് ബാലൻസ് പിടിക്കാൻ കഴിയുന്നില്ല. കഠിനാധ്വാനം ചെയ്യുന്നു, ശരീരത്തെ വെട്ട് മുഴുവൻ വിയർപ്പാക്കി നിങ്ങൾ കല്ലിനോടും മണ്ണിനോടും പാടത്തും പറമ്പിലും ഒക്കെ നിങ്ങൾ പണിയെടുക്കുന്നു. ഹല്ലേലൂയ. പകലത്തെ വെളിച്ചം മുഴുവൻ, പകലത്തെ ചൂട് മുഴുവൻ, ഹല്ലേലൂയ, പകലത്തെ മഴ മുഴുവൻ, പകലുള്ള തണുപ്പ് മുഴുവൻ നിങ്ങൾ കൊള്ളുന്നു. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നന്മ നിങ്ങളുടെ ഭവനത്തിൽ എത്തുവാൻ കഴിയാതവണ്ണം വഴിയിൽ വെച്ച് പിടിച്ചു വാങ്ങുന്ന സാത്താന്യ ശക്തികൾ നിങ്ങളോട് ചേർന്ന് വരുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ ആത്മാവിനെയും പ്രാണനെയും ദേഹത്തെ അശുദ്ധമാക്കാനാവും വരുന്നത്, നിങ്ങളെ ചൂഷണം ചെയ്യാൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളെ പാപത്തിൽ വീണു പോകരുത് കേട്ടോ. രക്തം ചെയ്യും. നിങ്ങൾ കർത്താവിന് വിലപ്പെട്ടവരാ. നിങ്ങൾ കർത്താവിന് വിലയേറിയവനും മാന്യനുമാണ്. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി ഒഴുകിയ അവസാന തുള്ളി രക്തം, ആ രക്തത്താൽ നിന്നെ ശുദ്ധീകരിച്ചെടുത്ത് ദൈവ രാജ്യത്തിന്റെ അവകാശിയാക്കി ഭൂമി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായിട്ട് ഉപദേശിക്കുന്ന ദൂത്, നീ വീഴാതെ വണ്ണം, എന്താ, നിന്റെ ആത്മാവും പ്രാണനും ദേഹവും വീഴാതെ വണ്ണം നീ കാത്തു സൂക്ഷിക്കണമെന്ന് രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ ഈ ജീവിതത്തിൽ ലോകത്തിന്റെ പാപങ്ങളും ഇച്ഛകളും ഹല്ലേലൂയ നമ്മോട് അടുത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, അതിലേക്ക് ഞാനും നിങ്ങളും വീണു പോകാതെ നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ വിശ്വസ്തനായൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നാം യേശുവിനോട് ചേർന്ന് വരണം. അപ്പം നമ്മൾ ചിലരൊക്കെ പലപ്പോഴും ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല, ദൈവത്തിനോട് താല്പര്യമില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ദൈവത്തിന് നമ്മെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ വെറുക്കുന്നില്ല. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ച് കളയുന്നില്ല. നമ്മുടെ ദൈവം നമുക്ക് ജീവൻ തന്ന് പ്രാണം തന്ന് സ്നേഹിച്ചതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രാണം തന്ന് നിന്നെ സ്നേഹിച്ചത് യേശു മാത്രമാണ്. അവിടെ നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. അത് പത്രോസ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ
അല്ലെങ്കിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് ഒരു പ്രസംഗം നടത്തും. പത്രോസിന്റെ പ്രസംഗത്തിലൂടെ പത്രോസ് പറയുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 34-35 വാക്യങ്ങളൊക്കെ വായിക്കും കാണുന്നുണ്ട്. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ മാനസാന്തരം കണ്ടിട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ദൈവാത്മാവ് പത്രോസിനെ ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ആത്മാവിൽ നിറയപ്പെട്ട് വിളിച്ചു പറയുക, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ്, വർണ്ണത്തിന്റെ പേര് പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞ്, വിദ്യാഭ്യാസം പറഞ്ഞ് പലരും പലതും നേടുവാനും പലതും ചെയ്യുമ്പോൾ കർത്താവ് പറയുന്ന ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന സകല ജനത്തിനും ദൈവം സംരക്ഷകനാണ്. സകല ജനത്തെ ദൈവം കാക്കുവാൻ വിശ്വസ്തരാണ്. സകല ജനത്തിന്റെ ആത്മാവും പ്രാണനും ദേഹവും പാപത്തിൽ വീഴാതെ വണ്ണം കാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് കൊർന്നല്യോസിനോട് പത്രോസ് പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. അത് എല്ലാവരും ഓർത്ത യഹൂദന് മാത്രമാണ് ദൈവം എന്നാണ്. പക്ഷേ ജാതീയനായിരുന്ന കൊർന്നല്യോസിനെ ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ കൊർന്നല്യോസിനോട് ദൈവം പറയുക, പരിശുദ്ധന്മാർ പറയുക, എൻ ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല കേട്ടോ. നിന്നെ സ്നേഹിക്കുന്നവൻ യേശുവാ. ലോകം നിന്നെ തള്ളിക്കളയും, ലോകക്കാർ നിന്നെ തള്ളിക്കളയും. ബന്ധുക്കളും ബന്ധുമിത്രാദികളും സന്തത സഹചാരികളും ഉറ്റ സുഹൃത്തുക്കളും നിന്റെ ഫ്രണ്ട്സും നിന്റെ ചങ്കൊക്കെ നീ ചങ്കെന്ന് പറയുന്നവരൊക്കെ നിന്നെ തള്ളിക്കളയുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, മുഖപക്ഷം കാണിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം. ഭവനത്തിൽ 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും വ്യത്യസ്തമായ രീതിയിൽ അപ്പനമ്മമാർ ഇടപെടുന്നത്. പണ്ട് കാലങ്ങളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് 10 മക്കളും നിന്ന് 2-3 മക്കളൊക്കെയാ. എങ്കിൽ പോലും അവിടെ മുഖപക്ഷമുണ്ടെന്നാണ്. ലേലി, അവിടെ മുഖപക്ഷമുണ്ട്. ആലയത്തിൽ ചെന്ന മുഖപക്ഷമുണ്ട്, സഭയിൽ ചെന്ന മുഖപക്ഷമുണ്ട്, കൂടിവരവുള്ളിൽ മുഖപക്ഷമുണ്ട്. അല്ലെങ്കിൽ എല്ലായിടത്തിലും മുഖപക്ഷം നോക്കുന്ന ആളുകളെ മുഖം നോക്കി പ്രവർത്തിക്കുന്നവരാ. അതിന്റെ നടുവിലാണ് കർത്താവ് പറയുന്നത്, എനിക്ക് മുഖപക്ഷമില്ലെന്ന്, ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാ, നമ്മുടെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നീ എത്ര ബലഹീനനായിരുന്നാലും, ഹല്ലേലൂയ, ലോകം നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും യേശു നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ. നീ വീഴാതെ വണ്ണം നിന്നെ കാത്തു സൂക്ഷിപ്പാൻ, നിന്റെ ആത്മാവും പ്രാണനും ദേഹത്തെയും കാത്തു സൂക്ഷിപ്പാൻ യേശു വിശ്വസ്തനാണ്. രക്തം ചെയ്യും. അതുകൊണ്ട് നീ ജീവിതത്തിൽ നീ തകർന്നു പോകണ്ട, ജീവിതത്തിൽ നീ മടുത്തു പോകണ്ട, ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകണ്ട. എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് നീ സങ്കടപ്പെടണ്ട. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്റെ കണ്ണുനീര് കാണാൻ ആരുമില്ല, എന്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല, എനിക്കൊരു ആശ്വാസം തരാൻ ആരുമില്ല, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല, ഒരു കൈത്താങ്ങൽ തരുവാൻ ആരുമില്ല, എന്റെ ഈ വിഷമ പ്രയാസം കാണുവാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ തന്നെ ബലഹീനരായി മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ബലഹീനരായി മാറുന്ന സമയങ്ങളാണ് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും അവനെ ദൈവം അംഗീകരിക്കുന്നുവെന്ന്. പ്രൈസറോ. അതെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത് കേട്ടോ. നീ ദൈവത്തിന് വിലയേറിയവനും മാന്യനുമാണ്. പ്രൈസറോ. ലോകം നിന്നെ തഴഞ്ഞാലും, വീട് നിന്നെ തഴഞ്ഞാലും, ബന്ധുക്കൾ തഴഞ്ഞാലും, ബന്ധുമിത്രാദികൾ തഴഞ്ഞാലും നീ ദൈവത്തിന് വിലയേറിയവനാണെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നോക്കണം. യേശു ഈ ഭൂമി ജീവിച്ചപ്പോൾ അവന്റെ ആത്മാവിലും പ്രാണനിലും ശരീരത്തിലും അല്പം പോലും കറപതിയാതെ, കറപുരളാതെ ഹല്ലേലൂയ യേശു ജീവിതം നയിച്ചു. പ്രൈസ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് 33.5 തിരുവയസ്സാണ്. ഹല്ലേലൂയ. 33.5 തിരുവയസ്സിൽ 30 വയസ്സ് യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു. ആ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനെ സ്നാനമേറ്റ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്ന് പരീക്ഷകൾ അടുത്ത് വന്ന് യേശുവിനെ പരീക്ഷിച്ച് പരീക്ഷകളെല്ലാം യേശു ജയിച്ചു. ഹല്ലേലൂയ. പിന്നെ യേശുവിലോ അന്ന് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനത്തോട് ചേർന്ന് നടന്ന് യേശുവിന്റെ ശുശ്രൂഷ, ഹല്ലേലൂയ,
അവിടെയെല്ലാം നിങ്ങൾ ചിന്തിക്കണം. യേശു കടന്നുപോയ മേഖലകളിൽ, കടന്നുപോയ ശുശ്രൂഷകളിൽ, കടന്നുപോയ സ്ഥലങ്ങളിൽ ആ ദേശത്തിന്റെ സംഭവങ്ങളും ആ ദേശത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരിക്കലും യേശുക്രിസ്തുവിന്റെ ആത്മാവിലും പ്രാണനിലും ദേഹത്തിലും പാപത്തിന്റെ കറ പുരളാതെ, ഹല്ലേലൂയ, പാപത്തിലേക്ക് പ്രവേശിക്കാതെ വീഴാതെ വണ്ണം യേശു തന്നെ തന്നെ സൂക്ഷിച്ചു. പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ യേശു ഭൂമിയിൽ വിശുദ്ധനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളും അതേ അനുഭവത്തിൽ വരണമെന്നാ. അല്ലെങ്കിൽ പാപത്തെ നിങ്ങൾ നീക്കിക്കളയണം. പാപത്തോട് അടുക്കരുത്. പാപത്തോട് നിങ്ങൾ അകന്നിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഈ ലോകത്തോട് ചേർന്നിരിക്കരുത്. അല്ലെങ്കിൽ ഈ ലോകം വഴുവഴുപ്പിൽ കിടക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്തിന്റെ വഴുവഴുപ്പിൽ പെട്ടുപോകരുത്. ലോകത്തോട് ചേർന്ന് നടക്കരുത്. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ യേശുവിനോട് ചേർന്ന് നടക്കണം. യേശു ഭൂമിയിലായതപ്പോൾ നിന്റെ ആത്മാവും പ്രാണനും ദേഹവും എല്ലാവരും കറപുരളാതെ സൂക്ഷിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവ്, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആ വിശുദ്ധ ജീവിതം നയിക്കണം കേട്ടോ. രക്തം ചെയ്യും. അങ്ങനെ നീ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്റെ ജീവിതം അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തെ വചനം വായിക്കുമ്പോൾ യേശു ക്രിസ്തു തന്റെ ജീവിതത്തെ ലോകത്താലും ജഡത്താലും സാത്താനാലും ബാധിക്കാത്ത വിധം വിശുദ്ധ ജീവിതം നയിച്ചു. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കും ഒരു മാതൃകയായി മാറി. ഹല്ലേലൂയ. നിങ്ങളിൽ എന്നെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയും കാണുന്നുണ്ട്. യേശു ചോദിക്കുക, നിങ്ങളിൽ എന്നെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ കർത്താവ് തന്റെ ശുശ്രൂഷ നിർവഹിച്ചതുപോലെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ വീണു പോകരുത് കേട്ടോ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നിത്യതയിൽ എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? കോടാനുകോടി രൂപ വിലയുള്ള വീടുകൾ, ആഡംബര കാറുകൾ, ഈ ലോകത്തിന്റെ ഭൗതിക സുഖങ്ങൾ, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നിത്യമായ രാജ്യത്തിലെ സ്വർഗരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ ദൈവരാജ്യത്തിൽ നിങ്ങൾ എത്തണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും പാപത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തിന് അനുരൂപരായി മാറാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഓരോ ദിവസവും ഹല്ലേലൂയ വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പിശാചിനെ ജയിക്കണം കേട്ടോ. പിശാചിനെ ജയിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും, യഹോവ നിന്റെ ഗമനത്തെയും ആ ഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. 121 സങ്കീർത്തനം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ഹല്ലേലൂയ. അതെ, ഒരു ദോഷവും നിങ്ങളുടെ മേൽ വരാതെ, ഒരു കളങ്കവും നിങ്ങളുടെ മേൽ വരാതെ, നിങ്ങൾ പാപമാലിന്യങ്ങൾ വീണു പോകാതെ നിങ്ങളെ കാത്തു സൂക്ഷിപ്പാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വിശുദ്ധിയെ നിങ്ങൾ തികച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായി മാറണം നിങ്ങൾ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ എല്ലാ ഇഷ്ടങ്ങളെയും നിങ്ങൾ വേണ്ടെന്ന് വെക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നടക്കണം. വിശുദ്ധിക്ക് മേൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ഹല്ലേലൂയ നിങ്ങളിവിടെ ജീവിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ മരണം വരെ, മരണാനന്തരം നിങ്ങൾ നിത്യമായ സ്വർഗത്തിലെത്തണമെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷതയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ നിത്യതയിൽ എത്തണം. നിങ്ങൾ രൂപാന്തരപ്പെട്ട് കർത്താവിലൂടെ എടുക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആത്മാവും പ്രാണൻ ദേഹത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, പാപത്തിൽ വീഴാതെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുമ്പോൾ കാണുന്ന പൗലോസ് പറയാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷൻ നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുമെന്ന് പൗലോസ് പറയുക. പൗലോസ് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ എന്താണ് ഈ വാഗ്ദത്തങ്ങളൊക്കെ നിങ്ങൾക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷൻ നീക്കി നമ്മെ തന്നെ ഹല്ലേലൂയ സ്തോത്രം വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
അല്ലേലിയ. അപ്പൊ നിങ്ങൾ ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ എന്നോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യണം. അല്ലേലിയ. നിങ്ങൾ യാത്ര ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അല്ലേലിയ. എന്താണ് നമ്മൾ വായിച്ച വചനം? ഒന്ന് ദിവസത്തിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-24 വാക്യങ്ങളാണ്. അവിടെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകുന്നു, അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. അതെ, നമുക്ക് ദൈവത്തിനെ കാത്തു സൂക്ഷിക്കാം. നമ്മെ പാപത്തിന് വിട്ടുകൊടുക്കാതെ, ഈ ലോകത്തിന് മന്യത വിട്ടുകൊടുക്കാതെ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ പ്രതീക്ഷയിൽ നമുക്ക് കടന്നില്ല. അവിടെ കൂടാനുകൂടി ദൂതന്മാരും വിശുദ്ധന്മാരും കെരൂബുകളും സാറാബുകളും പിതാവ് പുത്ര പരിശുദ്ധന്മാരുടെ വലിയ സാന്നിധ്യ സ്വർഗീയ പ്രതീക്ഷ. അവിടെ നമ്മുടെ നിത്യത മുഴുവൻ ചെലവഴിക്കാൻ വേണ്ടി ദൈവത്തിലേക്ക് സഭയ്ക്ക് ദൈവം ദൂത് കൊടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൂത് നൽകും. പൊന്നുപകൽ നമുക്ക് അതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപത്തിൽ വീഴരുത്, ഈ ലോകത്തിന്റെ ശാപത്തിൽ വീഴരുത്. നീ തകർന്നു പോകരുത്, നിന്നെ തന്നെ തകർത്ത് കളയരുത്. നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. നിന്റെ ആത്മാവും പ്രാണനും ദേഹത്തെ നീ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, വിശുദ്ധിയോടെ നീ നിൽക്കുകയാണെങ്കിൽ, സ്വർഗത്തിലെ സകല കൃപകളും ദൈവം നിനക്ക് തരും. ആത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ദൈവം നിന്നെ നിറയ്ക്കും. അല്ലെങ്കിൽ നീ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെടും. ഇന്ന് നിന്റെ കഷ്ടതകളെല്ലാം ദൈവം നീക്കിത്തരും. അവന് മുഖപക്ഷമില്ലാത്ത ദൈവമാ. അല്ലേലൂയ. ഒരിക്കലും ദൈവം നിങ്ങളുടെ മുഖപക്ഷം കാണിക്കത്തില്ല. ഇന്ന് നീ കടന്നു പോകുന്ന ഏത് സങ്കടത്തിന്റെ നിലയിലും ഏത് ദുഃഖത്തിന്റെ നിലയിലും മുഖപക്ഷം കൂടാതെ പ്രശ്നത്തെ പരിഹരിച്ച് നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ഇതുവരെയും കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവ് പിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് മകൾ കർത്താവായ യേശുവിടെ കർത്താവേ, അങ്ങന്റെ പിതാവായി എന്നെ വസിക്കണമേ. എന്റെ പാപത്തെ കഴുകണം. എന്റെ പാപത്തെ കഴി ശുദ്ധീകരിച്ച് എന്റെ ആത്മാവും പ്രാണനും അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ സൂക്ഷിക്കപ്പെടുവാൻ കർത്താവിന്റെ ഒരുവിനായി ഒരുക്കം വിശുദ്ധ ജീവിതം നയിപ്പാണ് കൃപ നൽകണം. അങ്ങനിലേക്ക് കടന്നു വരണം. ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ട് സകല ജാതിപ്പെട്ട സകല മതങ്ങളിലായിരിക്കുന്നവരെയും സകല ഭാഷക്കാരെയും ഗോത്രക്കാരെയും ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കൊണ്ടുവിട്ട് കൊട്ടാരിതരെ പാർക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലകരെ, കർത്താവി നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ഹല്ലേലൂയ, സ്തോത്രം. ദ്വീപവാസികളെയും തന്നെ കർത്താവി സ്തോത്രം. വലിയ ആദിവാസികളും ട്രൈബൽ മേഖലയായിരിക്കുന്നവരെ, കർത്താവി നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യ സ്വഭാവങ്ങളെ എല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസിന്റെ വിവിധ വകുപ്പുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കണം. കരയിലും കടലും ആകാശമാർക്കും വാഹന ഓടിക്ക് യാത്ര ചെയ്യുന്നവർ, അത് സഞ്ചരിക്കുന്നവരെ, വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ, ആമക്കടലൂരെ വാസികളെ, തീരദേശവാസികളെ, മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിന്റെ ആളുകൾ ജോലി, കമ്പനികളിൽ, ഫാക്ടറികളിൽ, കരികളിൽ ജോലി ചെയ്യുന്നവർ, വലുത് ചേർന്നമായി വ്യാപാരികളെ, വ്യവസായികളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർഷക മേഖല, മെക്കാനിക്, മോട്ടോർ രംഗത്തായിരിക്കുന്നവർ, ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സുമാർ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, വലുത് ചെറുതുമായ എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്നവരെ, കർത്താവ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഓർ പ്രാർത്ഥിക്കും. സഹകരണ മേഖലയും പൊതുമേഖലയും കൺസ്ട്രക്ഷൻ ആയിരിക്കുന്നവർ, സാമ്പത്തിക മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല, പൊതുമേഖലയിലായിരിക്കുന്ന ഭാഗ്യ മേഖലയിലായിരിക്കുന്നവരെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. മദ്യപാനത്തിനും ലഹരിപത അടിമപ്പെട്ട് കിടക്കുന്ന സകല ജനത്തിന് വിടൽ കൊടുക്കണമേ. മത നേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക സംഘടന, ജനതമാധ്യ വീടുകൾക്ക്, ഭരണവിപക്ഷ പാർട്ടികൾക്ക് എല്ലാം ദൈവം മാനസാന്തരം കൊടുക്കണമേ. ലോകത്തിന്റെ എല്ലാ മൂല്യയിലും താമസിച്ചാല ജനത്തെ, ഞങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായിരിക്കുന്നത് 800 കോടി ജനത്തെ കർത്താവി സ്തോത്രം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളിലായി, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രപ്രദേശങ്ങളായി, 140 കോടി ജനങ്ങൾ, 6 ലക്ഷത്തിൽ ഗ്രാമങ്ങളെ കർത്താവ് എവിടെ ആയിരിക്കും ജനത്തിനായി. ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി 14 ജില്ലകളെ, 1.25 കോടി ജനത്തെ, തലമുറകളെ, എണ്ണത്തിൽപ്പെടാത്ത അന്വേഷണ തൊഴിലാളികളെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന സ്തോത്രം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും മാതൃത്വത്തിൽ അനുഭവത്തെ അസന യാചകർ, ഓർഫനേജിൽ ഓട്ടജീവിൽ തടവറയിലായിരിക്കുന്നവർക്കായി കർത്താവ്, വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ, കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, വളരെ വേദന ലഭിക്കും, സാമ്പത്തികമായി പരാജയപ്പെട്ടവർ, വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിൽ കിടന്നു ഭാരപ്പെട്ടവർ, ജയിലിൽ കിടക്കുന്നവർ,
മദ്യത്തിൽ മയക്കം അടിമപ്പെട്ട് കിടക്കുന്നവർ, ദേശരാജ്യം പീഡിപ്പിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവേ ഒരു വിടുതൽ കൊടുക്കണമേ. ആരും തങ്ങളുടെ ആത്മാവും പ്രാണൻ ദേഹവും പാപത്തിൽ വീഴാതെ ജനത്തെ കാത്തു സൂക്ഷിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലും ദേശത്തും കർത്താവ് ഈ രാജ്യത്തും പ്രവർത്തിക്കുന്ന ദൈവമക്കൾ, ദേവദാസന്മാർ, കഷ്ടതയുടെ നിലവിലെ പ്രയാസ ഉപദ്രവ പീഡയിലൂടെ കടന്നു പോകുന്ന ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് എല്ലാം വിടലും ആശ്വാസം ദൈവം കൊടുക്കണമേ. തലമുറ സൂക്ഷിച്ച കാലവർഷം പലയിടത്തും തീത്തിറങ്ങി വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇനിയെങ്കിലും ജനം മടങ്ങി വന്ന് പാപത്തിൽ വീഴാതെ അവിടെ ആത്മാവും പ്രാണനും ദേഹവും സുരക്ഷിതമായി ദൈവത്തിനെ കാക്കപ്പെടുവാൻ, സൂക്ഷിക്കപ്പെടുവാൻ, വീഴാതെ വണ്ണം അവരെ സൂക്ഷിക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.